10ാമത് യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് പയ്യന്നൂരിൽ നടന്നു. +2 കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. എയർപോർട്ട് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പയ്യന്നൂർ. യോഗ അസോസിയേഷൻ ഓഫ് കണ്ണൂരും ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച 10ാമത് യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് പയ്യന്നൂരിൽ നടന്നു. പയ്യന്നൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. പി കുഞ്ഞികൃഷ്ണൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, ഡോക്ടർ കെ രാജഗോപാലൻ, ഡോക്ടർ പ്രേമരാജൻ കാന തുടങ്ങിയ നിരവധി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ സംബന്ധിച്ചു. 10ാമത് കണ്ണൂർ ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ആദ്യമായിട്ട് ഈ പയ്യന്നൂരിൽ സംഘടിപ്പിക്കപ്പെടുകയാണ്. അഡ്വക്കേറ്റ് പി സന്തോഷാണ് ഇതിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ പയ്യന്നൂരിലത്തെ സംഘാടകർ നല്ല നിലക്കുള്ള ഒരുക്കങ്ങളാണ് ഈ ചാമ്പ്യൻഷിപ്പ് വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇത് മെയിൻ വേദിയാണ്, നമ്മളിവിടെ കാണുന്നത് മെയിൻ വേദിയാണ്. ഇവിടെ ഇപ്പോൾ 45 വയസ്സിന് മുകളിലുള്ളവരുടെ മത്സരമാണ് നടക്കുന്നത്. മൊത്തം വ്യത്യസ്ത വയസ്സ് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. 8, 10, 10, 12, 12, 14, 14, 16, 16, 18, 18, 21, 21, 25, 25, 30, 30, 35, 35, 45, 45 എബോവ്. ഇത്രയും വയസ്സ് വിഭാഗങ്ങളിലായിട്ടാണ് ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ പങ്കെടുക്കുന്ന കുട്ടികൾക്കെല്ലാം ഇത് നമ്മുടെ സ്പോർട്സ് കൗൺസിലിൻ്റെ കൂടി അംഗീകാരത്തോടു കൂടി നടത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയിക്കുന്ന കുട്ടികൾക്കെല്ലാം ഗ്രേസ് മാർക്കും അതുപോലെ വെയിറ്റേജും ജോലി അടക്കമുള്ള മറ്റ് അതിനുള്ള സാഹചര്യങ്ങൾക്ക് എല്ലാം അവർക്ക് മാർക്കടക്കം ലഭിക്കും. അതുപോലെ PSC അടക്കം ഇതിനകത്ത് അംഗീകരിച്ചതാണ് ഈ ചാമ്പ്യൻഷിപ്പ്. പിന്നെ ഇവിടെ 260-ലധികം മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഇതോടൊപ്പം ഒരു സൗഹൃദ മത്സരം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അത് വലിയ പങ്കാളിത്തത്തോടു കൂടിയാണ്. അതിലും 250-ലധികം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അവർക്കും സർട്ടിഫിക്കറ്റും മെഡലും ഒക്കെ ലഭിക്കും. അങ്ങനെ 500-ലധികം മത്സരാർത്ഥികളാണ് ഈ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ ഇവിടെ മത്സരിക്കുന്നത്. ഇപ്പോൾ വ്യത്യസ്ത വേദികളിലായിട്ട് 13 വേദികളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. വേദി 1, 2 മുതൽ 13 വേദികളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ഒരുപക്ഷേ ഇത് ഇവിടെയുള്ള ആളുകൾക്കെല്ലാം ആദ്യത്തെ ഒരു അനുഭവമായിരിക്കും. ഇങ്ങനൊരു ചാമ്പ്യൻഷിപ്പ് പയ്യന്നൂരിൽ ആദ്യമാണ്. പിന്നെ വളരെ ആകർഷകമായ യോഗ ഡാൻസുകൾ, സാഹസികത്വം, അതുപോലെ കാണുന്നവരിൽ ഒരു അത്ഭുതവും കൗതുകവും എല്ലാം ഉണ്ടാക്കുന്ന യോഗ ഡാൻസുകൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വേദികളിൽ നടക്കും. അതിൽ ഫ്രീ ഫ്ലോ യോഗ ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ രസകരമായ ഒരു പരിപാടിയാണ്. അതെല്ലാം ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന പരിപാടിയായി മാറും. അപ്പോൾ ഈ ചിലർക്കൊരു സംശയം ഉണ്ടാകും, യോഗയിൽ എന്താണ് മത്സരം? യോഗയിൽ വാസ്തവത്തിൽ മത്സരം അവരവരുടെ ശരീരവും മനസ്സുമായിട്ടാണ് മത്സരിക്കുന്നത്, അല്ല പുറമേയുള്ള ആളുകളായിട്ടുള്ള മത്സരമല്ല. പിന്നെ അതാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത്. യോഗ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഒരു നിയമം പാലിക്കുന്നതാണ് യഥാർത്ഥത്തിൽ യോഗ. അതിൻ്റെ ഒരു പ്രചരണാർത്ഥം കൂടിയാണ് ഈ ഒരു സൗഹൃദ മത്സരം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. യോഗ പയ്യന്നൂർ ഏറ്റെടുക്കുമ്പോൾ ഏക ആശങ്കയുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിലൊരു പരിപാടികൾ നടത്താൻ നമുക്ക് സാധിക്കുമോ എന്നാണ്. ഇപ്പോൾ മനസ്സിലാക്കാൻ ഇത്രയേറെ ആളുകൾ യോഗയായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് എന്നതും നമുക്കൊരു പുതിയ അനുഭവമാണ്. യോഗ എല്ലാ അർത്ഥത്തിലും ജനനന്മയ്ക്ക് വേണ്ടിയാണെന്ന് ജനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ആ നിലയ്ക്ക് ഈ പരിപാടി ഏറ്റെടുക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. വിവിധ പ്രായത്തിലുള്ളവർക്കായി നടത്തിയ യോഗാ മത്സരത്തിന് ഒരു കുടുംബത്തിലെ 3 പേർ ഒന്നിച്ചെത്തിയത് കാഴ്ചക്കാർക്ക് കൗതുകമായി. രാമന്തളി കുന്നരുവിലെ P യശോദ, മരുമകൾ സുലേഖ, മകൾ 7ാം തരം വിദ്യാർത്ഥിനി ആദ്യ എന്നിവരാണ് യോഗയുടെ പ്രാധാന്യം വിളിച്ചോതാൻ ഒന്നിച്ചെത്തിയത്. കുന്നരു ആയുർവേദ ആശുപത്രിയിൽ യോഗ സെൻ്ററിൽ നിന്നാണ് ഇവർ പരിശീലനം നേടുന്നത്. 60ഉം 70ഉം പിന്നിട്ട നിരവധി പേരും നിത്യജീവിതത്തിലെ യോഗയുടെ പ്രാധാന്യം വിളിച്ചോതാൻ സ്കൂൾ ഹാളിൽ എത്തിയിരുന്നു. വൈകുന്നേരം നടന്ന സമാപന ചടങ്ങിൽ വിജയികൾക്ക് ട്രോഫികളും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും TI മധുസൂദനൻ MLA വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. You can arrest me, sir. റീടേക്ക് വേണോ സർ? റിയൽ ലൈഫിൽ ഇതേപോലുള്ള റീടേക്കുകൾ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ. അതെ, ജീവിത വിജയങ്ങളുടെ പിറകിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ റോളുണ്ട്. And the award for the best job oriented college goes to Airborne. +2 കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ
കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ്. ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു Airborne College of Aviation and Management Studies, Payyanur. Courses: BBA with Aviation and Logistics, BBA with Aviation, BCom with Aviation, Diploma in Aviation, Diploma in Logistics and Supply Chain Management, IATA, Travel and Tourism. Focus your dream job with Airborne.